ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെയിൽ പോസ്റ്റ് ഒന്നും അല്ല കേട്ടോ. വെറുതെ ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ള വഴിയെ നടന്ന് വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ്. നമ്മുടെ പ്രകൃതിയിൽ തന്നെ കാണുന്ന ചെറിയ ചെറിയ പൂക്കളും ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, പറമ്പിലൊക്കെ കാണുന്ന നല്ല ഭംഗിയുള്ള ഇതൊരു തരം പെറ്റോണിയാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ കാണുന്നത്. ഇതിന് ആകാശമുല്ല എന്ന പേര് പറയും. ഇതാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് കളറുകൾ മിക്സായിട്ടുള്ള ഇതുപോലെ കുലകുലയായി പൂക്കുന്ന പൂക്കളാണ് ഇതിന്. അപ്പോൾ നമ്മൾ ഗ്രീപ്പർ പ്ലാന്റൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമല്ലോ, അപ്പം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പൊളിയാണിത്. നമ്മൾ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒതുക്കി ഒരുപാട് കാടൊന്നും ആവാതെ സെറ്റ് ചെയ്ത് വെക്കണം നമ്മുടെ കലാബോധം അനുസരിച്ച്. അപ്പോൾ ശരിയാ, നമ്മളെല്ലാം തീപ്പെട്ടി ഉപയോഗിക്കുന്നവരല്ലേ. തീപ്പെട്ടി എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം? ഇത് ഈ മരം വെച്ചിട്ടാണ്. ഇതിന് ആഴാന്താന്ന് എൻ്റെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. ഈ തടിക്ക് കട്ടിയൊന്നുമില്ല, വളരെ സോഫ്റ്റാണ്, വെള്ളത്തടിയാണ്. പിന്നെ ഇതിൻ്റെ തണ്ടുകൾ പോലും തീയരിക്കാനും കൊള്ളില്ല. ഇത് കണ്ടോ, ഇത് ഹണ്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറേ സാധനം ഹണ്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് മഞ്ഞക്കൂവയാണ് കേട്ടോ, മഞ്ഞക്കൂവ. നല്ല മണമാണ്. അത് നമുക്ക് പ്രോസസ്സ് കഴിഞ്ഞിട്ട് വിരകിയിട്ട് കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതൊരു മെഡിസിനൽ പ്ലാന്റാണ്. ഇതൊരു മെഡിസിനൽ പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ഉഴിഞ്ഞാന്ന് പറയും. നമ്മുടെ തലയിൽ നിന്ന് വരുന്ന നീർക്കെട്ട്, ചെവി വേദന, മൈഗ്രൈൻ്റെ വേദന, അതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഉഴിഞ്ഞ. ഇത് നമ്മുടെ ലൻഡാന എന്ന് പറയുന്ന ചെടീൻ്റെ നമ്മുടെ കാട്ടിൽ കാണുന്ന സംഭവം. കാടെന്ന് പറയാൻ കഴിയില്ല കേട്ടോ. ഇത് കാർത്തിക ചെടി പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഇപ്പോൾ വംശനാശം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീട്ടിന് അടുത്ത് വയലും തോടൊക്കെ ആയതുകൊണ്ട് അവിടേക്ക് ഈ സാധനങ്ങൾ ഇപ്പോഴും കാണാം കേട്ടോ. കണ്ടോ എന്ത് ക്യൂട്ടാണ് അതിൻ്റെ പൂവെന്ന്. പിന്നെ ഉഴിഞ്ഞ ഇവിടെയൊക്കെ ഒരുപാട് കാണാറുണ്ട്. ഉഴിഞ്ഞെന്നല്ല, ആനച്ചകിടിയും കിഴർനെല്ലിയും അങ്ങനെ പല ചെടികളും. ഇത് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇത് അല്ലാതെ വേറെ ഒരുപാട് സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിനൽ പ്ലാന്റ് ആണത് ഓൾറെഡി. പിന്നുള്ളത് ഇത് കണ്ടോ, തഴുതാമയാണ്. തഴുതാമയെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാലോ. പണ്ട് കാലം തൊട്ടേ എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുന്നൊരു സാധനമാണ് തഴുതാമ. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും അറിയോ, നല്ല മഞ്ഞ സുന്ദരിയായി എല്ലാ ചെടിയിലും പറ്റിപ്പിടിക്കണത്. ഇത് മൂടില്ലാത്ത അളിയെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെറുതെ ഒന്ന് പറിച്ചെടുത്ത് ഒരു ചെടിമേലോ മരത്തുമേലോ കൊണ്ടിട്ടാൽ അവിടെ ഫുള്ളായി സെറ്റാവും. കാണാനൊരു ഭംഗിയാണ്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞേക്കാം ഇത് കയറുന്നിടം ഫുള്ളായിട്ട് നശിച്ച് പോകുന്നു. ഇങ്ങനെയാണ് ഇത് പിടിപ്പിക്കൽ. അവിടെ നിന്നിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് ഇട്ടാൽ അവിടെ ഇങ്ങനെ സ്പ്രെഡായി വരും. അപ്പോൾ ഇന്ന് ഞങ്ങളിത് കണ്ടപ്പോൾ 2-3 സ്ഥലത്ത് വീണ്ടും പറിച്ച് വെച്ചിട്ടുണ്ട് അവിടേക്ക് ആകാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല മഞ്ഞപ്പിൽ ഇങ്ങനെ കിടക്കും. കാണാനൊരു പൊളി വൈബാണ് ഇത്. പിന്നെ എന്താ പറയുക, പറമ്പെന്ന് പറയാൻ കഴിയൂല, നമ്മൾ നടന്നു പോകുന്ന വഴിയാണ്. ഇത് കണ്ടില്ലേ, നല്ല ക്യൂട്ടല്ലേ അതിൻ്റെ ലീഫ്. ഇതാണ് അതിനകത്തുള്ള മഞ്ഞൾ കേട്ടോ, നല്ല മണമാണ്. പണ്ട് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കണ്ടില്ലേ, ഇനി കുറേ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നോക്കണം, കുറേ ദിവസം കഴിഞ്ഞിട്ട്. ഇത് കണ്ടോ, മെലസ്ട്രോമയാണ്. ഈ മെലസ്ട്രോമ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വയലുകളിലും തോടുകളിലും പാടങ്ങളിലൊക്കെ സൈഡിൽ കാണപ്പെടുന്ന മെലസ്ട്രോമയാണ്. അപ്പം ഇതിൻ്റെ കളറ് ഇതാണ്. അതിനെ കുത്തിവെച്ചാലും കിളിക്കുമായിരിക്കും അല്ലേ ചട്ടിയിൽ, അറിയില്ല, പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ അതിനകത്തൊരു കായ ഉണ്ടായിരുന്നു പണ്ട്, നമ്മളതൊക്കെ പഴുക്കുമ്പം കഴിക്കാറുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ ആകാശമുല്ലയ്ക്ക് വേറെന്തോ പേരുണ്ട്. പിന്നെ എന്നെ പോലെ തന്നെ എൻ്റെ നാട്ടുകാരും ഭയങ്കര കൃഷിയിൽ താല്പര്യമുള്ള ആൾക്കാരാണ്. പിന്നെ എൻ്റെ അയൽവക്കക്കാരും എൻ്റെ വീടിനടുത്തുള്ളവരും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. ഒരുപാട് മെലസ്ട്രോമ അവിടെയും ഇവിടെയൊക്കെ ആയി പിടിച്ചു നിൽപ്പുണ്ട്. പിന്നുള്ളത് കീഴാർനെല്ലിയാണ്. മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നാണ് കീഴാർനെല്ലി. അത് രാവിലെ അരച്ചിട്ട് വെറും വയറ്റിൽ കഴിക്കുക, അല്ലെങ്കിൽ പാലിൽ കലക്കിയിട്ട് കഴിക്കുക, അങ്ങനെയാണ്. അതൊരു വൈദ്യൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് കഴിക്കുന്നത്. അപ്പോഴാണ് മഞ്ഞപ്പിത്തം പൂർണ്ണമായിട്ട് മാറുക. മഞ്ഞപ്പിത്തത്തിന് കൊടുക്കുന്ന പച്ചമരുന്നാണ് കീഴാർനെല്ലി.
പോരാതെ അത് ഒരുപാട് നമ്മുടെ തലയ്ക്ക് വരുന്ന മൈഗ്രെയിൻ്റെ ഇതിനൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.